Welcome to a supplementary video by the English Edu Spot to the 9th Standard English class part 21 by Victor's channel. Victor's channel സംപ്രേഷണം ചെയ്ത 9th Standard English class 21 ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെന്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. First, let's discuss a few questions and their answers based on the lesson Tolstoy Farm. Question 1. What was Gandhiji's intention to teach every one of the youngsters in the Tolstoy farm? ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികളായ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ എന്ത് പഠിപ്പിക്കണം എന്നായിരുന്നു ഗാന്ധിജിയുടെ ഇൻറ്റൻഷൻ, ലക്ഷ്യം? ആൻസർ: Gandhiji's intention was to teach every one of the youngsters some useful manual vocation. ചെറുപ്പക്കാരെ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായ കൈത്തൊഴിലുകൾ പഠിപ്പിക്കണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഇൻറ്റൻഷൻ. ക്വസ്റ്റ്യൻ 2. How did Gandhiji introduce vocational training in Tolstoy farm? ടോൾസ്റ്റോയ് ഫാമിൽ വൊക്കേഷണൽ ട്രെയിനിങ്, തൊഴിൽ പരിശീലനം എങ്ങനെയാണ് ഗാന്ധിജി തുടക്കം കുറിച്ചത്? ആൻസർ: മിസ്റ്റർ കലംബസ് had learned shoemaking from a Trappist monastery. ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രിയിൽ നിന്ന് ഷൂമേക്കിങ്ങിൽ പരിശീലനം നേടിയിരുന്നു ഗാന്ധിജിയുടെ സഹചാരിയായിരുന്ന മിസ്റ്റർ കാലംബാഷ്. ഗാന്ധിജി learned it from him and taught it to the interested children. ഷൂമേക്കിംഗ് എന്നുള്ള ആ കല, ആ തൊഴിൽ ഗാന്ധിജി കലംബഷിൽ നിന്നും പഠിച്ചു. ശേഷം അതിൽ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജി ഷൂമേക്കിങ്ങിൽ പരിശീലനം നൽകി. മിസ്റ്റർ കാലംബഷ് ആൻഡ് അനദർ ഇൻമേറ്റ് ഹൂ ന്യൂ കാർപ്പൻട്രി ഗേവ് ട്രെയിനിങ് ഇൻ കാർപ്പൻട്രി. അതുപോലെ തന്നെ ടോൾസ്റ്റോയ് ഫാമിലെ മറ്റൊരു ഇൻമേറ്റ്, അദ്ദേഹത്തിന് കാർപ്പൻട്രി, മരപ്പണികൾ അറിയുമായിരുന്നു. ആ അന്തേവാസിയും അതോടൊപ്പം മിസ്റ്റർ കലംബഷും കൂടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അന്തേവാസികളായ കുട്ടികൾക്ക് കാർപ്പൻട്രിയിലും പരിശീലനം നൽകി. ഓൾമോസ്റ്റ് ഓൾ യങ്സ്റ്റേഴ്സ് ന്യൂ കുക്കിംഗ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും കുക്കിംഗ് അറിയാമായിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാമിൽ നടപ്പിലാക്കി. ക്വസ്റ്റ്യൻ 3. The only training that Indian children received in South Africa was in the 3 R's. What is meant by the 3 R's? സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആകെ ലഭ്യമായിരുന്നത് 3 R's, 3 ആറുകളിൽ ഉള്ള പരിശീലനമായിരുന്നു എന്ന് ഗാന്ധിജി പറയുന്നു. What is meant by the 3 R's? എന്താണ് ഈ 3 R's എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ: The 3 R's are reading, writing and arithmetic. വായന പരിശീലനം, റൈറ്റിംഗ് എഴുത്ത് പരിശീലനം, അതുപോലെ തന്നെ കണക്ക് കൂട്ടാനുള്ള പരിശീലനം, arithmetic. ഇങ്ങനെയുള്ള ഈ പാഠ്യ അല്ലെങ്കിൽ പരിശീലനങ്ങൾക്കാണ് 3 R's എന്ന് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 4. What made learning a cheerful experience for children in the farm? ടോൾസ്റ്റോയ് ഫാമിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം ഒരു cheerful എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ സന്തോഷകരമായ ഒരു അനുഭവം. എന്താണ് പഠനത്തെ ഏറെ സന്തോഷകരമായി മാറ്റിയത്? ആൻസർ: In the farm, the children would not be asked to do what the teachers did not do. അധ്യാപകർ ചെയ്യാത്ത ഒരു കാര്യവും കുട്ടികളോട് ചെയ്യാൻ ഫാമിൽ കൽപ്പിക്കുമായിരുന്നില്ല. When the children were doing any work, there was always a teacher cooperating and working with them. ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഒരു അധ്യാപകൻ സഹകരിച്ചുകൊണ്ടും കൂടെ ജോലി ചെയ്തുകൊണ്ടും എപ്പോഴും ഉണ്ടായിരിക്കും. ദിസ് പ്രാക്ടീസ് മേഡ് ലേണിംഗ് എ cheerful എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ. ഈ ഒരു രീതി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
പഠനം ഏറെ സന്തോഷകരമാക്കി തീർത്തു. Question 5. What was made a rule on Tolstoy farm? ടോൾസ്റ്റോയ് ഫാമിൽ ഒരു നിയമം പോലെ നടപ്പാക്കിയ കാര്യം എന്തായിരുന്നു? ആൻസർ: On Tolstoy farm, the children should not be asked to do what the teachers did not do. ടോൾസ്റ്റോയ് ഫാമിൽ അധ്യാപകർ ചെയ്യാത്ത ഒരു കാര്യവും കുട്ടികളോട് ചെയ്യാൻ ആവശ്യപ്പെടില്ല. This was made a rule on Tolstoy farm. ഇക്കാര്യം ഒരു നിയമം പോലെ ടോൾസ്റ്റോയ് ഫാമിൽ നടപ്പാക്കി. Next, Activity 2. Textbook page 65. Gandhiji says, "It was my intention to teach every one of the youngsters some useful manual vocation." ഓരോ ചെറുപ്പക്കാരനും ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൈത്തൊഴിൽ, ഒരു തൊഴിൽ പരിശീലിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നു, ഗാന്ധിജി പറയുന്നു. ലിസ്റ്റ് ഔട്ട് ദി വൊക്കേഷണൽ സ്കിൽസ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ടോൾസ്റ്റോയ് ഫാം എന്ന അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ സ്കിൽസ്, തൊഴിൽ കഴിവുകൾ, അത് എടുത്തെഴുതുക. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ജോബ്സ് ഇവിടെ മറ്റൊരു കോളത്തിലേക്ക് എഴുതുക. ഉദാഹരണത്തിന് കാർപ്പൻട്രി എന്നുള്ളത് ടോൾസ്റ്റോയ് ഫാമിൽ നൽകിയിരുന്ന ഒരു ട്രെയിനിങ് ആണ്, ഒരു സ്കില്ലാണ്. അതുമായി ബന്ധപ്പെട്ട് കാർപ്പൻറ്റർ, ഫേർണിച്ചർ ഡിസൈനർ, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ തുടങ്ങിയ ജോബ്സ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. കുക്കിംഗ് എന്നുള്ളത് മറ്റൊരു സ്കില്ലാണ്. അതുമായി ബന്ധപ്പെട്ട് ഷെഫ്, സോസിയർ, കുസീനിയർ, ചീഫ് കുക്ക് തുടങ്ങിയ ജോബ്സ് കുക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഷെഫ് എന്നുള്ളത് നമുക്കറിയാം, സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ കുക്ക് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സോസിയർ വിവിധ തരത്തിലുള്ള സോസുകൾ തയ്യാറാക്കുന്ന വ്യക്തി. കുസീനിയർ വിവിധ രുചിഭേദങ്ങളിലുള്ള ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി. ചീഫ് കുക്ക് ഇതൊക്കെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള തൊഴിലുകളാണ്. ദെൻ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഗാർഡനർ, ലാൻഡ്സ്കേപ്പർ, ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, ഗ്രീൻസ്കീപ്പർ തുടങ്ങിയ ജോബ്സ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള അലങ്കാര ചെടികളൊക്കെ പരിപാലിക്കുന്ന വ്യക്തി. ഗ്രീൻസ്കീപ്പർ ഗോൾഫ് കളിക്കുന്ന മൈതാനി പരിപാലിക്കുന്ന വ്യക്തി. ഷൂ മേക്കിംഗ് എന്നുള്ള സ്കില്ലുമായി ബന്ധപ്പെട്ട് ഷൂ മേക്കർ, കോബ്ലർ, ഷൂ ഡിസൈനർ, ലെതർ വർക്കർ തുടങ്ങിയ ജോബ്സ് ഒക്കെ ഷൂ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, അസൈൻമെന്റ്. Conduct a talk show on the topic Vocational Education for Getting Jobs and Achieving Self-Development. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ പ്രധാനപ്പെട്ട അസൈൻമെന്റ് ഇതാണ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് അച്ചീവിംഗ് സെൽഫ് ഡെവലപ്മെന്റ്. ജോലികൾ നേടാനും ജീവിതത്തിൽ സെൽഫ് ഡെവലപ്മെന്റ്, സ്വയം പുരോഗതി കൈവരിക്കാനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ടോക്ക് ഷോ സംഘടിപ്പിക്കുക. ഒരു ടോക്ക് ഷോയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ എ ടോക്ക് ഷോ there should be a moderator or host. ഒരു ടോക്ക് ഷോ നിയന്ത്രിക്കാൻ ഒരു മോഡറേറ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ്, ഒരു ആതിഥേയൻ ഉണ്ടായിരിക്കണം. പാനലിസ്റ്റ്, വിവിധ ഗ്രൂപ്പുകളെ പ്രതിനിധീകരിക്കുന്ന പാനൽ മെമ്പേഴ്സ്, പാനലിസ്റ്റ്സ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഗസ്റ്റ്സ്, ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്ന സംസാരിക്കുന്ന അതിഥികൾ. ഓഡിയൻസ്, ടോക്ക് ഷോ വീക്ഷിക്കുന്ന ഓഡിയൻസ്, ഇവരൊക്കെ ഉണ്ടായിരിക്കും. ഇനി മെയിൻ സ്റ്റെപ്സ് ഫോർ കണ്ടക്ടിങ് എ ടോക്ക് ഷോ. ഒരു ടോക്ക് ഷോ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ്, പ്രധാന സ്റ്റെപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ദ ഹോസ്റ്റ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആൻഡ് ഗ്രീറ്റ്സ് ദ പാർട്ടിസിപ്പൻസ്. ടോക്ക് ഷോ നിയന്ത്രിക്കുന്ന ഹോസ്റ്റ് ആദ്യം സ്വയം പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഗ്രീറ്റ് ചെയ്യുന്നു, അവർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. വെൽക്കംസ് ദ ഗസ്റ്റ്സ് ആൻഡ് ദി ഓഡിയൻസ്. അതിഥികളെയും ഓഡിയൻസിനെയും ടോക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക്. ടോക്ക് ഷോയുടെ വിഷയം എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുന്നു. ഇൻട്രൊഡ്യൂസസ് ഈച്ച് ഗസ്റ്റ് ടു ദി ഓഡിയൻസ്. ഓരോ അതിഥിയെയും ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു.
ഇൻവൈറ്റ്സ് ദ ഗസ്റ്റ് ടു സ്പീക്ക്. വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അതിഥികളെ ക്ഷണിക്കുന്നു. ഗിവ്സ് ചാൻസസ് ടു ദി ഓഡിയൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഓഡിയൻസിന് അവസരം സൃഷ്ടിക്കുന്നു. ദ ഗസ്റ്റ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ്. ഓഡിയൻസിന്റെ ചോദ്യങ്ങൾക്ക് അതിഥികൾ പ്രതികരിക്കുന്നു. അതിനുള്ള അവസരം ഹോസ്റ്റ് നൽകുന്നു. ദ ഹോസ്റ്റ് കൺക്ലൂഡ്സ് ദ ഷോ. അവസാനം ഷോ അവസാനിപ്പിക്കുന്നതും ഹോസ്റ്റ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് ഷോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. നാം ഇവിടെ അത് തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് വായിച്ച് ഒരു മോഡലാക്കി പഠിച്ചെടുക്കുക. ഇനി നമുക്ക് നാം തയ്യാറാക്കിയ ടോക്ക് ഷോയുടെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ്, ഐ ആം ദേവിക. ഹോസ്റ്റ് പാർട്ടിസിപ്പൻസിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട്, അവർക്ക് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ഹോസ്റ്റ് പറയുന്നു, വി ഹാവ് ഗോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഷോ ഫോർ യു ആൻഡ് ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദ ഷോ. രസകരമായ ഒരു ടോക്ക് ഷോ നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും ടോക്ക് ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. The topic for the day is vocational education for getting jobs and development. ഇത്രയും പറഞ്ഞ് ഹോസ്റ്റ് ടോക്ക് ഷോയുടെ ടോപ്പിക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. Our main guests of the day are Mr. Ali, Assistant Employment Officer, and Mrs. Sridevi, Principal, Government Polytechnic College. രണ്ട് പ്രധാനപ്പെട്ട ഗസ്റ്റുകളെയും ഹോസ്റ്റ് അവരുടെ പേരും അവരുടെ ഡെസിഗ്നേഷനും പൊസിഷനും ഒക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഹോസ്റ്റ് ടോക്ക് ഷോ ആരംഭിക്കുകയാണ്. വി ബിഗിൻ വിത്ത് മിസ്റ്റർ അലി. അവർ പറയുന്നത്, നാം നമ്മുടെ ടോക്ക് ഷോ ആരംഭിക്കുകയാണ്. മിസ്റ്റർ അലി സംസാരിക്കുന്നതോടുകൂടി അദ്ദേഹത്തെ ഈ വിഷയമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. സർ, we cordially invite you to speak out your views on the subject. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ അഭിപ്രായങ്ങളും അങ്ങയുടെ കാഴ്ചപ്പാടുകളും ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു എന്നും ഹോസ്റ്റ് പറയുന്നു. ശേഷം ആദ്യ ഗസ്റ്റ് മിസ്റ്റർ ആലി സംസാരിക്കുന്നു. വെൽ, ഫസ്റ്റ് ഓഫ് ഓൾ, I thank you for giving me an opportunity to talk about the topic vocational education for getting jobs and development. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരവസരം നൽകിയതിന് ഞാൻ ആദ്യമായി നിങ്ങളോട് നന്ദി പറയുന്നു. Vocational education and training will give our children opportunities to learn a trade and earn a living. വൊക്കേഷണൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നമ്മുടെ കുട്ടികൾക്ക് ഒരു തൊഴിൽ പഠിക്കാനും അതുവഴി ഒരു ജീവിതമാർഗം കണ്ടെത്താനും അവരെ സഹായിക്കുന്നു. They can find jobs of their choice. അവർ ഇഷ്ടപ്പെടുന്ന തൊഴിൽ കണ്ടെത്താൻ അവർക്കത് സഹായകരമാകും. Even when they do not get a suitable job, they can set up their own business and become self-sufficient in life. ഇനി അഥവാ അവർക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിൽ സ്വന്തമായ സംരംഭങ്ങൾ ഒരുക്കുന്നതിനും അതുവഴി സെൽഫ് സഫിഷ്യൻറ്റ്, സ്വയം പര്യാപ്തത നേടുന്നതിനും അവർക്കത് സഹായകരമാകും. These are the main advantages of vocational education and training. ഇതൊക്കെയാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെയും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെയും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്ന് ഞാൻ കരുതുന്നത്. താങ്ക് യു. ഇത്രയും പറഞ്ഞ് ഒന്നാമത്തെ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ അവതരിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഹോസ്റ്റ്, നൗ ലെറ്റ്സ് ആസ്ക് മിസ്സസ് ശ്രീദേവി ടു എക്സ്പ്രസ് ഹെർ വ്യൂസ് ഓൺ ദി ടോപ്പിക് ആൻഡ് ഓൾസോ ടു റെസ്പോണ്ട് ടു മിസ്റ്റർ ആലീസ് വേർഡ്സ്. ഇനി നമുക്ക് മിസ്സസ് ശ്രീദേവിയുടെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ മിസ്റ്റർ അലി പറഞ്ഞ വാക്കുകളോട് അവരുടെ പ്രതികരണവും അറിയാം. ഇത്രയും പറഞ്ഞ് മിസ്സസ് ശ്രീദേവിയെ സംസാരിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റ് ക്ഷണിക്കുന്നു. മാഡം, വാട്ട് യു സേ അബൌട്ട് ഇറ്റ്?
ഈ വിഷയത്തെക്കുറിച്ച് മാഡം എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഗസ്റ്റ് ടു മിസ്സസ് ശ്രീദേവി. രണ്ടാമത്തെ ഗസ്റ്റ് മിസ്സസ് ശ്രീദേവി സംസാരിക്കുന്നു. I would like to share his views on the topic and I fully agree with him. ഞാൻ മിസ്റ്റർ അലിയുടെ അദ്ദേഹത്തിൻ്റെ വ്യൂസ്, ആ കാഴ്ചപ്പാടുകളോട് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകൾ തന്നെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കും ഷെയർ ചെയ്യാനുള്ളത്. ഐ ഫുള്ളി അഗ്രി വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ബീയിങ് ദ ഹെഡ് ഓഫ് എ പോളിടെക്നിക് കോളേജ് where we give vocational education to our students, I would also like to say that we need more and more vocational education institutions and training centers in our country. Thank you. ഒരു പോളിടെക്നിക് കോളേജിൻ്റെ മേധാവി എന്നുള്ള നിലക്ക് ആ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തന്നെയാണ് നൽകുന്നത്. അത്തരമൊരു സ്ഥാപനത്തിൻ്റെ ഹെഡ് എന്നുള്ള നിലക്ക് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് കൂടുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്റേഴ്സും ഇനിയും ധാരാളമായിട്ട് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇത്രയും പറഞ്ഞ് രണ്ടാമത്തെ ഗസ്റ്റും പ്രഭാഷണം അവസാനിപ്പിച്ചു. ഡിസ്കഷൻ കണ്ടിന്യൂസ്. ദി ഓഡിയൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. വീണ്ടും ചർച്ചകൾ തുടരുന്നു. ഓഡിയൻസ് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഗസ്റ്റുകളോട് ചോദിക്കുന്നു. ഇനി ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം മിസ്റ്റർ അലിയോടായിരുന്നു. മിസ്റ്റർ അലി, സർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അവർ ചിൽഡ്രൻ ഇൻ പബ്ലിക് സെക്ടേഴ്സ്? പൊതുമേഖലയിൽ അഥവാ ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെയുള്ള തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് അങ്ങ് എന്ത് കരുതുന്നു എന്നതായിരുന്നു ചോദ്യം. അതിന് മിസ്റ്റർ അലി ആൻസേഴ്സ്, I would say it would be meaningless to wait for government jobs. ഗവൺമെൻറ് ജോലികൾക്ക് കാത്തിരിക്കുക എന്നുള്ളത് അർത്ഥശൂന്യമാണെന്നാണ് ഞാൻ പറയുക. Our youngsters should be prepared to do all types of jobs in private or self-employment sectors. നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും ഏത് തരം ജോലികൾ ചെയ്യാനും സന്നദ്ധരായിരിക്കണം. പ്രൈവറ്റ് മേഖലയിലോ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ മേഖലയിലോ ഒക്കെ ലഭ്യമാകുന്ന തൊഴിലുകൾ ചെയ്യാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം മിസ്സസ് ശ്രീദേവിയോടായിരുന്നു. മാഡം, ഡു യു തിങ്ക് അവർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ മോഡേൺ ഫെസിലിറ്റീസ്? ചോദ്യം ഇതായിരുന്നു. മാഡം, നമ്മുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജമാണോ എന്നതായിരുന്നു ചോദ്യം. അതിന് മിസ്സസ് ശ്രീദേവി ആൻസേഴ്സ്, നോ, വി നീഡ് മോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് മോർ ഫെസിലിറ്റീസ് ഇൻ അവർ എക്സിസ്റ്റിംഗ് സെൻറ്റേഴ്സ്. നമ്മുടെ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയതല്ല. മാത്രമല്ല, നമുക്ക് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളും ആവശ്യമുണ്ട്. ഉള്ളതിൽ തന്നെ കൂടുതൽ ഫെസിലിറ്റീസും സൗകര്യങ്ങളും ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നവർ പ്രതികരിച്ചു. മൂന്നാമത്തെ ചോദ്യം വീണ്ടും മിസ്റ്റർ അലിയോടായിരുന്നു. സർ, വാട്ട് യു തിങ്ക് ഈസ് നീഡഡ് ടു പ്രൊമോട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് കാര്യമാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്നാണ് അങ്ങ് കരുതുന്നത് എന്നതായിരുന്നു ചോദ്യം. അതിന് മിസ്റ്റർ അലി ആൻസേഴ്സ് മറുപടി പറയുന്നു. അവർ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് ബി ചേഞ്ച്ഡ്. നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറേണ്ടതുണ്ട്. വി ഷുഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലും അതിൻ്റെ ട്രെയിനിങ്ങിലും നാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇനി ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റ് നമ്മുടെ ടോക്ക് ഷോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവർ പറയുന്നു, വെൽ, ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ. ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ സമയമായി.
We value and appreciate all the views shared by our guests. നമ്മുടെ അതിഥികൾ നാമുമായി പങ്കുവെച്ച എല്ലാ അഭിപ്രായങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും നാം വിലമതിക്കുന്നു. I am sure the talk show has enlightened us all. ഈ ടോക്ക് ഷോ നമുക്കെല്ലാവർക്കും കൂടുതൽ അറിവ് പകർന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. I request all of you to think about the ideas to enrich your views. ഇവിടെ ഉരുത്തിരിഞ്ഞു വന്ന ഈ ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ സമ്പന്നമാക്കുക എന്നും ഞാൻ അപേക്ഷിക്കുന്നു. I would like to express my hearty gratitude to our guests, participants and the viewers of this show. ഈ ഷോയിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും, പ്രത്യേകിച്ച് നമ്മുടെ അതിഥികൾക്ക്, അതുപോലെ തന്നെ വ്യൂവേഴ്സ്, കാഴ്ചക്കാർക്കും, ഓഡിയൻസിന് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദ്യമായ നന്ദി ഇവിടെ പ്രകടിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ എന്നും പറഞ്ഞ് ഹോസ്റ്റ് ഈ ടോക്ക് ഷോ അവസാനിപ്പിച്ചു. ഒരു ടോക്ക് ഷോ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ഇവിടെ ഒരു മോഡൽ ടോക്ക് ഷോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരു ടോക്ക് ഷോ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഇതൊരു മോഡലായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു ആക്ടിവിറ്റി ഇതാണ്. ആക്ടിവിറ്റി 3, ടെക്സ്റ്റ് ബുക്ക് പേജ് 67. Collect pictures, photographs, newspaper cuttings, cartoons, caricatures and other materials related to the main events in the life of Gandhiji. ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, കാർട്ടൂൺസ്, കാരിക്കാച്ചേഴ്സ് ഇതെല്ലാം തന്നെ ശേഖരിക്കുക. യൂസിങ് ദീസ്, പ്രിപ്പയർ ആൻ ആൽബം അബൌട്ട് ഗാന്ധിജി. എന്നിട്ട് അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ച് ഒരു ആൽബം തയ്യാറാക്കുക. You may give suitable captions and short descriptions wherever required. ഓരോ ചിത്രത്തിനും അനുയോജ്യമായ ക്യാപ്ഷൻസ് നൽകാനും അതോടൊപ്പം തന്നെ ആവശ്യമുള്ളിടത്തൊക്കെ ചെറു വിവരണങ്ങൾ നൽകാനും ശ്രദ്ധിക്കുക. ഗാന്ധിജിയെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോഗ്രാഫ്സും എല്ലാം വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ശേഖരിക്കാവുന്നതാണ്. അത്തരത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുക. ഗാന്ധിജിയെക്കുറിച്ച വിവരണങ്ങളും ഫോട്ടോസും ലഭ്യമാകുന്ന 1-2 ഇൻ്റർനെറ്റ് സൈറ്റ് ലിങ്ക്സ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകാൻ ശ്രമിക്കാം. വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിച്ച് സ്വന്തമായി തന്നെ ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കാനും ശ്രമിക്കാം. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.